വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ട ഏവർക്കും നമസ്കാരം. നിത്യ സഹായകനായ പരിശുദ്ധാത്മാവ് തീയായി, കാറ്റായി, മഴയായി എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. വേണ്ടുവിധം പ്രാർത്ഥിക്കുവാൻ എന്നെ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നന്മ ഇച്ഛിക്കുവാനോ പ്രവർത്തിക്കുവാനോ സംസാരിക്കുവാനോ നമുക്ക് സ്വയം സാധ്യമല്ല. വിശുദ്ധ പൗലോസ് ലേഖനത്തിൽ പറയുന്നു, ഇച്ഛിക്കുന്ന നന്മയാൽ ഇച്ഛിക്കാത്ത തിന്മ ഞാൻ ചെയ്തു പോകുന്നു. നന്മ ഇച്ഛിക്കുവാനോ പ്രവർത്തിക്കുവാനോ സംസാരിക്കുവാനോ നമുക്ക് സ്വയം സാധിക്കണമെങ്കിൽ അതിന് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം നമുക്ക് ആവശ്യമാണ്. ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ നമുക്ക് കൃപാവരം നൽകിയത് പരിശുദ്ധാത്മാവാണ്. ഇപ്പോൾ ക്രൈസ്തവരെ പൂർണ്ണമായി പീഡിപ്പിക്കുന്ന ഇടങ്ങളിൽ ആ പീഡനം സ്വന്തമായി ഏറ്റുവാങ്ങാനുള്ള, സഹിക്കുവാനുള്ള കൃപാവരം അവർക്ക് എല്ലാവർക്കും നൽകുന്നതും പരിശുദ്ധാത്മാവാണ്. എല്ലാ മനുഷ്യരും പാപികളും ബലഹീനരുമാണ്. 1 യോഹന്നാൻ 3-ാം അധ്യായം 20-ാം തിരുവചനം. നമ്മുടെ ഹൃദയം നമ്മെ കുറ്റപ്പെടുത്തുന്നു എങ്കിൽ തന്നെയും അവിടുന്ന് നമ്മുടെ ഹൃദയത്തെക്കാൾ വലിയവനും എല്ലാം അറിയുന്നവനും ആകയാൽ അവിടുത്തെ സന്നിധിയിൽ നമ്മൾ സമാധാനം കണ്ടു. അതേ കൂട്ടുകാരെ, അവിടുത്തെ സന്നിധിയിൽ, കർത്താവിന്റെ സന്നിധിയിൽ എനിക്ക് സമാധാനവും സന്തോഷവും ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഈ സമാധാനവും ആശ്വാസവും എനിക്ക് തന്ന ഈ ദൈവത്തിന് നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ നിത്യസഹായകനായ പരിശുദ്ധാത്മാവേ, ഓ ഏറ്റവും മാധുര്യവാനായ പരിശുദ്ധാത്മാവേ, എൻ്റെ ചിന്തയിലും പ്രവൃത്തിയിലും വാക്കിലും സംസാരത്തിലും നിന്റെ അളവറ്റ കൃപ നീ വർഷിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ നീ വിശുദ്ധീകരിക്കണമേ. പുതിയൊരു പന്തക്കോസ്താ ചൈതന്യം നൽകി എന്നെ നയിക്കണമേ. നിന്നെ കൂട്ടുകാരനായി കൂടെ കൊണ്ടുനടക്കാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.